കോൺഗ്രസ് വിട്ട പഞ്ചാബ് മുൻ എം.എൽ.എ. ദൽവീർ ഗോൾഡി ആം ആദ്മി പാർട്ടി അംഗത്വമെടുത്തു. ബർണാല നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയായേക്കുമെന്ന വാർത്തകൾ കൂടി പുറത്തുവരുന്നു. ബൽറാം നെടുങ്ങാടി നൽകും ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ. ബൽറാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടം അടുത്തിരിക്കെ ഇന്ത്യ സഖ്യത്തിൽ ആകെ അങ്കലാപ്പാണ്. ഇതുപോൽ ഡൽഹിയിൽ ആം ആദ്മി സഖ്യത്തെ ചൊല്ലി കോൺഗ്രസ് നിന്നുള്ള അടർന്നുപോക്കുണ്ട്. ഇപ്പോൾ മറ്റൊരു വാർത്ത ഇതാണ്, കോൺഗ്രസ് വിട്ട മുൻ എം.എൽ.എ. ആം ആദ്മി പാർട്ടിയിൽ അംഗത്വമെടുക്കുന്നു. അങ്ങനെ ആകെ മൊത്തം കുഴഞ്ഞുമറിയാനുള്ള കാര്യങ്ങൾ. പ്രജിൻ, പഞ്ചാബിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് തുടർച്ചയായി ഇത്തരത്തിലുള്ള നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് ഉണ്ടാകുന്നത്. പലപ്പോഴും സീറ്റ് നിഷേധിക്കപ്പെട്ടതിനേക്കാൾ ഏറെ സ്വന്തം എതിരാളികൾക്ക്, പാർട്ടിക്കുള്ളിലെ തന്നെ എതിരാളികൾക്ക് സീറ്റ് ലഭിക്കുന്നതിൽ കാരണമാക്കിക്കൊണ്ടാണ് പല നേതാക്കളും, അവസാനം പാർട്ടി വിട്ട പല നേതാക്കളും കോൺഗ്രസ് വിട്ടിരിക്കുന്നത്. ഇന്നലെയാണ് മുൻ എം.എൽ.എ, 3 തവണ മുൻ എം.എൽ.എ. ആയ ദൽവീർ ഗോൾഡി കോൺഗ്രസ് അംഗത്വം രാജിവെക്കുന്നതായി വ്യക്തമാക്കിക്കൊണ്ട് പാർട്ടി അധ്യക്ഷന് കത്ത് നൽകിയത്. അതിനുശേഷം ഇന്ന് അദ്ദേഹം ആം ആദ്മി പാർട്ടിയിൽ അംഗത്വം എടുത്തിരിക്കുന്നു. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗ്വന്ത് മാനിൽ നിന്നാണ് ആം ആദ്മി പാർട്ടിയുടെ അംഗത്വം എടുത്തിരിക്കുന്നത്. ബർണാലിയിൽ നടക്കാനിരിക്കുന്ന ഉപതിരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ദൽവീർ ഗോൾഡി മത്സരിക്കും എന്നാണ് ലഭ്യമാകുന്ന വിവരം. സുഖ്പാൽ ഖൈറയ്ക്ക് കോൺഗ്രസ് ടിക്കറ്റ് നൽകിയതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഗോൾഡി കോൺഗ്രസിൽ നിന്നും രാജിവെച്ചത്. സുഖ്പാൽ ഖൈറ 5 തവണ എം.എൽ.എ. ആയിട്ടുണ്ട്. 3 തവണ അതിൽ കോൺഗ്രസിൽ നിന്ന് എം.എൽ.എ. ആയ ശേഷം 2015 പാർട്ടി വിട്ട് ആം ആദ്മി പാർട്ടിയിൽ എത്തുകയും പിന്നീട് സ്വന്തം പാർട്ടി രൂപീകരിക്കുകയും ചെയ്ത ശേഷമാണ് കോൺഗ്രസിൽ തിരിച്ചെത്തിയത്. ഇത്തരം ഒരു വ്യക്തിക്ക് സീറ്റ് നൽകിയെന്നും അദ്ദേഹത്തിന് മയക്കുമരുന്ന് കള്ളക്കടത്തുമായി ബന്ധമുണ്ട് എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സീറ്റ് നൽകരുത് എന്ന് ഗോൾഡി ആവശ്യപ്പെട്ടത്. ഇത് അംഗീകരിക്കാതെ സീറ്റ് നൽകിയതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കോൺഗ്രസ് വിട്ട് ഗോൾഡി ഇപ്പോൾ ആം ആദ്മി പാർട്ടി അംഗത്വം എടുത്തിരിക്കുന്നത്.